അഖിൽ മാരാറെ സാബു മുതലാളി ജട്ടി തൂക്കി വിറ്റു. കഴിഞ്ഞ ദിവസം തന്നെ മുതലാളി ചതിച്ചു എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലവിളിച്ച മാരാർ അറിഞ്ഞില്ല. മാരാറിനേക്കാൾ വലിയ ഉടായ്പാണ് ജട്ടി മുതലാളി എന്നുള്ള കാര്യം ഇപ്പോ മാരാറുടെ ഒരു ഓഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ആക്രാന്തം മാരാറുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നും എന്താണ് 2020 സ്ഥാനാർത്ഥിയാകാൻ കാരണമെന്നും ആ ഓഡിയോ തെളിയിക്കുന്നുണ്ട്. ഇന്നലകളിൽ ജട്ടി സാബു 40 കോടി രൂപ വാങ്ങിയിട്ടാണ് സെലിബ്രിറ്റികളായിട്ടുള്ള തങ്ങളെയൊക്കെ മത്സരരംഗത്ത് ഇറക്കിയത്. അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് ചെലവായതല്ലാതെ 10 പൈസ വെള്ളം പോലും കുടിക്കാൻ കൊടുത്തില്ല എന്ന് പറയുന്നിടത്ത് വേണ്ട രീതിയിലുള്ള ബാർഗെയിനിങ് ഒക്കെ നടത്തി ജട്ടി മുതലാളി ഓഫർ ചെയ്ത പലതും വാങ്ങിയെടുക്കാനുള്ള പരിശ്രമം നടത്തിയെങ്കിലും അങ്ങോട്ട് വിജയിച്ചില്ല എന്ന് ഓഡിയോ തെളിയിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിൻ്റെ റെസ്പെക്റ്റും അതിൻ്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിൻ്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു. നമ്മുടെ നാട്ടിൽ ബിഗ് ബോസ് എന്ന ഒരു അലവലാതി പരിപാടി സമ്മാനിച്ച കുറെ കെടുതികളുടെ യഥാർത്ഥ ഭാവങ്ങളാണ്. നന്മ മരം ചമയുക, എന്തോ ഒരു വലിയ സംഭവമായിട്ട് സ്വയം അവതരിപ്പിക്കുക. പരദൂഷണ കമ്മിറ്റിക്കാരായിട്ടുള്ളവന്മാർ സോഷ്യൽ മീഡിയയിൽ വലിയ ശല്യമായിട്ടുള്ള കുറെ ഐറ്റങ്ങളെ കൊണ്ടുപോയി ഒരു വീട്ടിനകത്തിട്ട് എന്തോ അലവലാതിത്തരം കാണിച്ചതിന് ശേഷം ഇവനാണ് അതിന്റെ സൂപ്പർ ഹീറോ അലവലാതി എന്ന ട്രോഫിയും കൊടുത്ത് പുറത്തേക്ക് വിടും. നാട്ടുകാർക്ക് മുഴുവൻ അതുകൊണ്ട് ശല്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഊള പരിപാടിയിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം സ്വയം നന്മ മരം ചമഞ്ഞു, ഒപ്പം തന്നെ വലിയ അറിവും കഴിവുമുള്ളതെന്ന് ഭാവിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ജനങ്ങളെ കയറി സോഷ്യൽ മീഡിയയിലൂടെ വലിയ വിടൽസും ഡയലോഗടിയും ബാക്കിയുള്ളവരെയൊക്കെ അധിക്ഷേപിക്കലും തുടരുന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഗീർവാണം അടിക്കുന്നവന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ജട്ടി മുതലാളി തന്നെ പുറത്തുവിട്ടു. ജട്ടി മുതലാളി ഈ ഡയലോഗ് കേട്ട് വന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയതാണ്. എന്തോ വലിയ ജനപിന്തുണയുണ്ടെന്ന് കരുതി. ആ സിനിമ ഇറങ്ങിയ അതേ അവസ്ഥയായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃക്കാക്കര ഉണ്ടായത്. ആ തൃക്കാക്കരയിൽ മുതലാളിയുടെ കുറെ പൈസ പൊട്ടയും ചെയ്ത് പൊങ്ങച്ച അടിച്ചതുപോലെയോ ഗീർവാണം അടിച്ചതുപോലെയുള്ള വോട്ട് കിട്ടിയതുമില്ല. സ്വാഭാവികമായിട്ട് അതോടുകൂടി മുതലാളി കയ്യിൽ നിന്ന് ചെലവായത് തലയ്ക്കുഴിഞ്ഞ് കളഞ്ഞിട്ട് പിന്നെ ഫോൺ എടുക്കാതായി. അപ്പോഴാണ് മുതലാളിയുടെ ഫോണിലേക്ക് ഭീഷണി, സമ്മർദ്ദം തുടങ്ങിയ വോയിസ് മെസ്സേജുകളൊക്കെ അയച്ചു കൊടുത്തത്. ആ അയച്ചു കൊടുത്തതെല്ലാം സൂക്ഷിച്ചു വെച്ചതിന് ശേഷം മുതലാളിക്കെതിരെ വെടി പൊട്ടിച്ചതും അഖിൽ മാരാറിന്റെ ഒറിജിനൽ ശബ്ദരേഖ തന്നെ പുറത്തുവിട്ട് മുതലാളി അതിന് കടം വീട്ടി. എന്തായാലും 40 കോടി വാങ്ങി മാരാറെ ഉൾപ്പെടെ ജട്ടി തൂക്കി വിറ്റ മുതലാളിയും ഒപ്പം തന്നെ മുതലാളിയോടൊപ്പം മത്സരിക്കാൻ പോയ 2 ഉടായ്പകളും എന്താണെന്ന് നാട്ടുകാർക്ക് അന്യോന്യം ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുകയാണ്.